ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും മുന്നമേ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല പ്രയാസങ്ങളും, പെട്ടെന്നുള്ള മരണമോ ദുരിതങ്ങളോ ദുഃഖങ്ങളോ വിട്ടുമാറാത്ത രോഗങ്ങളൊക്കെയും കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധുക്കളിലോ ഒരു പെട്ടെന്ന് ദുർമരണം ഉണ്ടാകുക, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങൾ നമ്മുടെ ഭവനത്തിൽ പലതും ഉണ്ടാകുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എൻ്റെ ദൈവമേ നീ എവിടെയാണ്? നിനക്ക് കണ്ണില്ലേ? ഇത്രയൊക്കെയും പ്രയാസങ്ങൾ ഈ കുടുംബത്തിന് കൊടുക്കണോ? അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, ഇതേ സഹോദരൻ മരിച്ചു, ഈ കൊച്ചിനെ നീ അനാഥയാക്കിയില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പല പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആയിക്കോട്ടെ, അങ്ങനെ പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്. എന്നാൽ ദൈവം ചോദിക്കുകയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാണോ? ദൂരെയും ഞാൻ ദൈവമല്ലയോ? രണ്ടർത്ഥമുണ്ട് പ്രിയമുള്ളവരെ. നീ ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുമ്പോൾ മാത്രമല്ല നീ നന്നായി ജീവിക്കേണ്ടത്. നീ ദൈവമില്ല എന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നീ ദൂരയാത്ര പോയാലും, അപ്പനും അമ്മയും വിട്ടുപോയാലും, ദേവാലയം വിട്ട് മാറി നിന്നാലും, നീ എവിടെയാണെങ്കിലും എന്നോടൊപ്പം ആരുണ്ട്? ദൈവമുണ്ട്. നിനക്ക് തന്ന പരിശുദ്ധാത്മാവ് നിന്നോടൊപ്പം, നീ മരിക്കുന്നവരെയും നിൻ്റെ കൂടെ ആത്മാവ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ പ്രത്യേകം ചിന്തിക്കുക, എന്ത് പ്രയാസം വന്നാലും എന്ത് ദുഃഖം വന്നാലും എൻ്റെ ദൈവം ദൂരെയല്ല, എൻ്റെ കൂടെ തന്നെയാണ്, സമീപസ്ഥനാണ്. ദൈവം അങ്ങനെയാണ് പറഞ്ഞാൽ സമീപസ്ഥനാണ്. 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മധ്യത്തിൽ ഉണ്ടെന്നല്ല ദൈവം പറഞ്ഞത്. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് പ്രിയമുള്ള. എല്ലാ പ്രയാസങ്ങളുടെയും എല്ലാ ദുഃഖങ്ങളുടെയും മധ്യത്തിൽ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ വിശ്വാസം എന്നെ ശക്തിപ്പെടുത്തട്ടെ. ഓരോ പ്രഭാതത്തിലും ആ ചിന്തയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ആയതിന് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.